നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യം ഈ വീട്ടിലെ കുട്ടിയാ. സത്യമ്മയുടെ കൊച്ചുമോള്, ഒരേ രക്തം. അവളെ നീ എപ്പോ പ്രസവിച്ചു? പറയടി. വിഷ്ണുവേട്ടന്റെ കൂട്ടുകാരനല്ലേ? അതെ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അധിക സമയമായിട്ടില്ല. അല്പം സ്വകാര്യത കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ പൊയ്ക്കോളൂ ആശാനെ. വിഷ്ണുവേട്ടാ, ഞാൻ അവരെല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവരാ. വേണ്ടപ്പെട്ടവരെയൊക്കെ കുറച്ചു കാലത്തേക്ക് അകറ്റി നിർത്തേണ്ടി വരും. കുറച്ച് ബുദ്ധിമുട്ടുകളും മാനസിക പീഡകളും ഒക്കെ കരുതി തന്നെയാണല്ലോ നമ്മൾ ഈ വേഷം കെട്ടിയത്. എനിക്കറിയാം, ശാലിനി മുന്നിൽ വന്നു നിന്ന് കരഞ്ഞപ്പോഴും തല ചുറ്റി വീണപ്പോഴുമൊക്കെ ഒരു കൈ നീട്ടിക്കൊടുക്കാൻ കഴിയാതെ വന്നപ്പോഴുമൊക്കെ വിഷ്ണുവേട്ടന്റെ ഹൃദയം വെടിഞ്ഞു കീറിയിട്ടുണ്ടാകും. അതിനേക്കാളും വലിയ വേദനയല്ലല്ലോ ഇതൊന്നും. ഒപ്പം വിഷ്ണുവേട്ടൻ എന്റെ മനസ്സുകൂടി കാണണം. മനസ്സാ മറ്റൊരാളെ വരിച്ചൊരാളാ വിഷ്ണുവേട്ടന്റെ പെണ്ണെന്നും പറഞ്ഞ് മറ്റുള്ളവർക്ക് മുന്നിലിപ്പോ ചിരിച്ചു നിൽക്കുന്നത്. കുറച്ച് ദിവസം കൂടി പിടിച്ചു നിന്നാ പോരെ? അപ്പോഴേക്കും എല്ലാം ശരിയാകും. ഇനി വിഷ്ണുവേട്ടന് ഈ കാര്യം ആരോടെങ്കിലും പറയണമെന്നുണ്ടെങ്കിലും ഞാൻ തടയില്ല. നമ്മള് കണ്ടുമുട്ടിയിടത്തേക്ക് തന്നെ ഞാൻ പോകും. തടയാനോ കാണാനോ വന്നേക്കരുത്. ഞാൻ അവിടെ ഉണ്ടാകും എന്നും. പാറവിളിമ്പിലല്ല, താഴ്വരയിൽ. സത്യം ഈ വീട്ടിലെ കുട്ടിയാ. സത്യമ്മയുടെ കൊച്ചുമോള്, ഒരേ രക്തം. അവളെ നീ എപ്പോ പ്രസവിച്ചു? പറയടി. അച്ഛാ, ആരും എന്താ ഇന്ന് എന്നെ സ്കൂളിൽ കൂട്ടാൻ വരാതിരുന്നത്? വിഷ്ണു അച്ഛൻ എവിടെ? വിഷ്ണു അച്ഛനല്ലേ സാധാരണ എന്നെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ വരാറുള്ളത്? വിഷ്ണു അച്ഛനോട് ചോദിച്ചിട്ട് എന്നെ കാര്യം. കുഞ്ഞിനെ എങ്ങനെ താങ്ങും? വിഷ്ണു അച്ഛാ, ഞാൻ
അമ്മ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല മക്കളെ. അതുകൊണ്ടല്ലച്ച, പപ്പി മോൾക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മദ്യം കൈകൊണ്ടുകൂടില്ലെന്ന്. വിഷ്ണു അച്ഛന് വേണമെങ്കിൽ ഇന്നൊരു ദിവസം മാത്രം ഒരു ഗ്ലാസ് കുടിക്കാം. ചേച്ചിയമ്മ വരുന്നതിന്റെ സന്തോഷത്തിൽ മാത്രം. എനിക്ക് മനസ്സിലായി ഇതാരാന്ന്. ചേച്ചിയമ്മയല്ലേ? അല്ലേ ചേച്ചിയമ്മ അല്ലേന്ന്? വിഷ്ണു അച്ഛാ, ചേച്ചിയമ്മ വരുന്ന കാര്യം എന്താ എന്നോട് നേരത്തെ പറയാതിരുന്നത്? ആ, ഇങ്ങോട്ട് വന്നേ. വരാനല്ലേ പറഞ്ഞത്? വാ ഇങ്ങോട്ട്. വാ വാ ഇങ്ങോട്ട്. ഇഷ്ടച്ച വരാം. ഇനി രണ്ടുപേരും ഒന്ന് ചേർന്ന് നിന്നേ. ചേർന്ന് നിക്കന്നെ വിഷ്ണു അച്ഛാ. ചേച്ചിയമ്മ ഇങ്ങോട്ട്. എന്താ മോളെ? രണ്ടാളും മാച്ച് ആണോ നോക്കിയതാ. അത്ര കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അല്ല, രണ്ടുപേരുടെ മുഖത്തെന്തൊരു സന്തോഷമില്ലാത്തത്? ചേച്ചിയമ്മ എത്ര കാലായിട്ട് ഞങ്ങള് കാത്തിരിക്കാന്നറിയോ? വിഷ്ണുഅച്ഛനും അച്ഛനും അമ്മയും അച്ഛനും രമണനങ്ങളും പൊന്നിയാന്റിയും വരെ. സത്യമ്മയ്ക്ക് മാത്രം ചേച്ചിയമ്മയുടെ ഇഷ്ടമല്ലാതിരുന്നേ. ഇപ്പൊ സത്യമ്മയുടെ പിണക്കം മാറിയല്ലേ? ചേച്ചിയമ്മ അന്വേഷിച്ച് ഞാനും സത്യം കൂടി എവിടെല്ലാം പോയെന്നറിയോ? ചേച്ചിയമ്മ ഇപ്പോ എങ്ങനെ ഇരിക്കുന്നെന്നറിയാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പടം വരപ്പിച്ചു. ആ പടം ഒരു ദുഷ്ടൻ പോലീസുകാരൻ കീറിക്കളഞ്ഞു. പിന്നെയും ചേച്ചിയമ്മയുടെ പടം വരപ്പിക്കാൻ ഞങ്ങൾ മീൻപാറ വരെ പോയി. അവിടെ രാത്രി കാട്ടിൽ പെട്ടുപോയി. സ്കൂളിൽ നിന്ന് ചാടിപ്പോയതിന് ഞാനും സത്യം ഒത്തിരി വഴക്ക് കേട്ടു. എന്നെക്കാൾ വഴക്ക് കിട്ടിയ സത്യക്കാട്ടോ. എന്നിട്ടും ചേച്ചിയമ്മയുടെ പടം ഒന്ന് കാണാൻ പറ്റിയില്ല കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.